റസൂലിൻ്റെ ബാല്യം ഭാഗം 6. അബൂത്വാലിബൊത്ത്. ഏത് നിഴലും അതിൻ്റെ സമയമെത്തുമ്പോൾ മായാതിരിക്കില്ലല്ലോ. അബ്ദുൽ മുത്തലിബിൻ്റെ നിഴലും വൈകാതെ മാഞ്ഞു തുടങ്ങി. കുട്ടിക്ക് 8 വയസ്സായി കാണും. അബ്ദുൽ മുത്തലിബ് രോഗിയായി. പിന്നെ അധികം നീണ്ടു നിന്നില്ല. മരണദൂതൻ്റെ കാലൊച്ച കേട്ട നേരത്ത് അബ്ദുൽ മുത്തലിബ് പ്രിയമകൻ അബൂത്വാലിബിനെ അരികെ വിളിച്ചു. നീണ്ട ഉപദേശങ്ങൾ പറഞ്ഞു തുടങ്ങി. വസിയത്തുകളിൽ പ്രധാനം പ്രിയമകൻ മുഹമ്മദിൻ്റെ ഭാവി തന്നെയായിരുന്നു. ഞാൻ മരിക്കാൻ പോകുന്നു. നീ നോക്കണം ഇനി മുഹമ്മദിനെ. അവന് ഒരു വിഷമവും വരരുത്. സ്നേഹത്തിൻ്റെ കുറവ് വാക്കിലും പ്രവൃത്തിയിലും കാണരുത്. അബ്ദുൽ മുത്തലിബ് അബൂത്വാലിബിനെ തന്നെ പറഞ്ഞേൽപ്പിക്കാനൊരു കാരണം. നബിയുടെ ഉപ്പ അബ്ദുള്ളയും അബൂത്വാലിബും പൂർണ്ണ സഹോദരന്മാരായിരുന്നു. രണ്ടുപേരുടെയും മാതാവ് ഒന്നു തന്നെയാണ്. അക്കാരണത്താൽ സഹോദരപുത്രനോട് ദയാവായ്പ കൂടുമെന്ന് അബ്ദുൽ മുത്തലിബ് കണക്കുകൂട്ടിയിരിക്കണം. അബ്ദുൽ മുത്തലിബും അന്തരിച്ചു. തിരുനബിക്ക് ഈ വേർപാട് ആവുന്നതിലും അപ്പുറമായിരുന്നു. തനിക്ക് ഉപ്പയും ഉമ്മയുമായി നിന്ന ദേഹമാണ് വിട പറഞ്ഞിരിക്കുന്നത്. ബീവി ഉമ്മുഐമൻ ഓർക്കുന്നു. അബ്ദുൽ മുത്തലിബ് മരണമടഞ്ഞ ദിവസം 8 വയസ്സുകാരനായ നബി മയ്യത്ത് കട്ടിലിന് പിറകിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ണിലിപ്പോഴും കാണുന്നുണ്ട്. ആ അനാഥബാലന്റെ കണ്ണീർ ഏത് ശിലാഹൃദയൻ്റെയും കരളൊരുക്കുന്നതായിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ മരണത്തെപ്പറ്റി പിൽക്കാലത്ത് ആരോ നബിയോട് ചോദിച്ചു. ഓർക്കുന്നുവോ നബിയെ അബ്ദുൽ മുത്തലിബിൻ്റെ മരണം? നബി പറഞ്ഞു, തീർച്ചയായും അന്നെനിക്ക് 8 വയസ്സായിരുന്നു. ഇബ്നു സഅദ്. മരിക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിന് എത്രയായിരുന്നു പ്രായമെന്ന് തിട്ടമില്ല. പല അഭിപ്രായമുണ്ട്. 110 ആണെന്നും 82 ആണെന്നും 95 ആണെന്നും അല്ല 114 ആണെന്നും പറഞ്ഞവരുണ്ട്. അബ്ദുൽ മുത്തലിബിൻ്റെ ആഗ്രഹം അബൂത്വാലിബ് ശിരസാ വഹിച്ചു. ഇനി മാതാവും പിതാവും പിതാമഹനുമായി പിതൃവ്യനായ ഞാൻ മാത്രം. നബിയെ അബൂത്വാലിബ് സ്നേഹിച്ചതിന് കണക്കില്ലായിരുന്നു. ഊണിലും ഉറക്കിലും ഒപ്പം കൂട്ടി. തൻ്റെ പാർശ്വഭാഗത്ത് തന്നെ കിടത്തിയായിരുന്നു ഉറക്കിയിരുന്നത്. എല്ലാ കാര്യത്തിലും അബൂത്വാലിബ് നബിയെ ഗൗനിച്ചിരുന്നു. തൻ്റെ മക്കൾക്കൊന്നും നൽകാത്ത പരിഗണന. വിശിഷ്ട ഭോജ്യങ്ങൾ നബിക്കായി അദ്ദേഹം പലപ്പോഴും കരുതി വെച്ചു. കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തതു മുതൽ അബൂത്വാലിബിനുണ്ടായ സമൃദ്ധിക്കും കണക്കില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാനിരുന്നാൽ അബൂത്വാലിബിനും സന്തതികൾക്കും എത്രയായാലും വയർ നിറയുമായിരുന്നില്ല. ഒറ്റയായാലും കൂട്ടമായാലും ഇങ്ങനെ തന്നെ. പക്ഷേ ഈ സ്ഥിതി നബി കൂടെ തിന്നാനുണ്ടെങ്കിൽ കാണില്ല. എല്ലാവർക്കും വയർ നിറഞ്ഞ സുഖം കിട്ടും. ഇബ്നു അബ്ബാസ് ഇക്കാര്യം പറയുന്നുണ്ട്. അന്നപാനാദികൾ കൊണ്ടുവന്നാൽ മക്കളൊക്കെ അണിനിരന്നാലും അബൂത്വാലിബ് പറയും, നിങ്ങളിരിക്ക്, എൻ്റെ മോനിങ് വന്നോട്ടെ. അങ്ങനെ ബാലനായ നബിയെ വന്നണഞ്ഞാൽ എത്ര കുറഞ്ഞ അന്നമാണെങ്കിലും ബാക്കിയാകുന്ന സ്ഥിതി വന്നു. എന്നാലോ വയർ നിറയാത്ത ആരും കൂട്ടത്തിലുണ്ടാവുകയുമില്ല. പാൽ കൊണ്ടുവന്നാൽ നബി ആദ്യം കുടിക്കും. ഇതുകൊണ്ടൊരു ഗുണമുണ്ട്. എങ്കിൽ ആ പാൽ മതി അവസാനത്തെ ആൾക്കും വയർ നിറയെ കുടിക്കാൻ. സാധാരണത്തെ ഒരു പാത്രം പാൽ വേണമായിരുന്നു അവരിൽ ഒരാൾക്ക് തന്നെ. അബൂത്വാലിബ് ഇതൊക്കെ കണ്ടു പറയും, ഇവൻ അനുഗ്രഹീതൻ തന്നെ. ഇബ്നു സഅദ്, ഇബ്നു അസാക്കിർ. നബിയെ തികഞ്ഞ വൃത്തിയിൽ കാണണം അബൂത്വാലിബിന്. മറ്റു കുട്ടികൾ പൊടിപുരണ്ടും പീള നിറഞ്ഞും കാണപ്പെടുമ്പോൾ തിരുനബി എണ്ണ പൂശിയും സുറുമയിട്ടുമാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. കുട്ടി പല കാര്യത്തിലും ഇതര ബാലന്മാരിൽ നിന്ന് വ്യത്യസ്തനായി. മറ്റു കുട്ടികൾ തീറ്റക്കുതിയന്മാരായി ജീവിച്ചപ്പോൾ നബി മിതഭോജിയായിരുന്നു.
ഒരിക്കൽ പോലും നബി തനിക്ക് വിശക്കുന്നുവെന്നോ ദാഹിക്കുന്നുവെന്നോ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. വളർത്തുമ്മ ഉമ്മു ഐമൻ പറഞ്ഞു. അത് വലുപ്പത്തിലും ചെറുപ്പത്തിലും അങ്ങനെ തന്നെ. ചില ദിവസങ്ങളിൽ രാവിലെ ചെന്ന് സ്വല്പം സംസം വെള്ളം കുടിക്കും. പിന്നെ ഭക്ഷണം നൽകിയാൽ കുട്ടി പറയും, എനിക്കൊന്നും വേണ്ട, ഞാൻ വയറ് നിറഞ്ഞിരിപ്പാണ്. അബൂ നുഐം. ചില സമയത്ത് അബൂ ത്വാലിബ് കുഞ്ഞുങ്ങൾക്കരികിൽ ഭക്ഷണത്തളിക കൊണ്ടുവന്ന് വെക്കും. താമസം വിന എല്ലാവരും അതിനകത്ത് നിന്ന് കൈയിട്ട് വാരിയെടുക്കും. പക്ഷേ ഈ ബാലൻ മാത്രം ഒന്നും വാരാൻ നിൽക്കില്ല. ഇത് കാണുമ്പോൾ അബൂ ത്വാലിബ് ഭക്ഷണപാത്രം കുട്ടിക്കായി നീക്കിവെച്ചു കൊടുക്കും. ജൂൽഹുമത്തുബിനു ഗുർഫുത്വ തൻ്റെ അനുഭവം വിവരിക്കുന്നത് ഇങ്ങനെ: ഒരിക്കൽ ഞാൻ മക്കത്ത് വന്ന സമയത്ത് ഖുറൈശികൾ തികഞ്ഞ ക്ഷാമാവസ്ഥയിലായിരുന്നു. അതിന് പരിഹാരം അവരിൽ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു: ഖുറൈശികളെ, നിങ്ങൾ ലാത്തിയെയും ഉസ്സയെയും അവലംബിക്കുവിൻ. അപ്പോൾ മറ്റൊരാൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: നിങ്ങൾ മൂന്നാമതായി മനാതക്കരികിലും സങ്കടപ്പെടുവിൻ. അപ്പോൾ മറ്റൊരാൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: നിങ്ങൾ മൂന്നാമതായി മനാത്തക്കരികിലും സങ്കടപ്പെടുവിൻ. ഈ സമയത്ത് നല്ല മുഖഭംഗിയുള്ള ഒരു വയോവൃദ്ധൻ പ്രത്യക്ഷനായി. മുഖഭാവം കണ്ടാൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട് ആൾ തികഞ്ഞ വീക്ഷണമുള്ള വ്യക്തിയാണ്. ഏയ്, നിങ്ങൾ എവിടേക്കാണ് ഈ തിരിഞ്ഞു പോകുന്നത്? നിങ്ങൾക്കിടയിൽ ഇബ്രാഹിമിൻ്റെ ബാക്കി പത്രങ്ങളില്ലേ? ഇസ്മായിലിൻ്റെ പാരമ്പര്യമില്ലേ? ആ വന്ധ്യവയോധികൻ ചോദിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അബൂത്വാലിബിനെയാണെന്ന് തോന്നുന്നു. ജനങ്ങൾ പറഞ്ഞു. അതെ, വയോധികൻ പ്രതികരിച്ചു. അവരെല്ലാം എണീറ്റു. ഞാനും അവർക്കൊപ്പം എണീറ്റു. അബൂത്വാലിബിൻ്റെ വീട്ടുപടിക്കൽ ചെന്നു. വാതിലിൽ മുട്ടി. വൈകാതെ വാതിൽ തുറന്നു. ഒരു സുമുഖൻ പുറത്തു വന്നു. തുണി വാരിയെടുത്താണത്രേ വരവ്. അബൂത്വാലിബ് വനഞ്ചെരുവുകൾ വറ്റി വരണ്ടിരിക്കുന്നു. ഭാര്യാസന്താനങ്ങൾ ആകെ വലഞ്ഞിരിക്കുന്നു. താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി മഴയ്ക്ക് യാചിച്ചാലും. അപ്പോൾ അബൂത്വാലിബ് പുറത്തിറങ്ങി. കൂടെ ഒരു ബാലനുമുണ്ട്. സൂര്യനിൽ നിന്ന് ഒരു മേഘക്കീറ് ആ കുട്ടിക്ക് തണൽ വിരിച്ചതായി തോന്നുന്നു. അവൻ്റെ ചുറ്റും ഒരുപാട് കുട്ടികളുമുണ്ട്. അബൂത്വാലിബ് കൂട്ടുകാരിൽ നിന്ന് അവനെ മാത്രം പിടിച്ചു. അവനെ പുറം കഅബയോട് അണച്ചു ചേർത്ത് വെച്ചു. കുട്ടിയുമായി കഅബ പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി. പൊടുന്നനെ ആകാശം കറുത്തു. മേഘക്കീറുകൾ അങ്ങിങ്ങായി പരന്നു തുടങ്ങി. പിന്നെ വൈകിയില്ല. കുത്തിച്ചൊരിയുന്ന മഴ. മലഞ്ചെരുവുകൾ നിറഞ്ഞൊഴുകി. മക്ക മൊത്തം വെള്ളം കൊണ്ട് ധന്യമായി. ഈ ചരിത്ര സംഭവത്തെ സ്മരിക്കവേ അബൂത്വാലിബ് ഇങ്ങനെ പാടുമായിരുന്നു: ശുഭശുഭം, ആ തിരുവചനം കൊണ്ട് മേഘം തീർപ്പു. അനാഥ തന്നഭയം, വിധവകൾക്കു അഭയം. പ്രയാസം പിടിച്ചവർ തേടുന്ന ഇടമിൽ അഭയം നിർഭയം. അവൻ അനുഗ്രഹനാണു ഗുണങ്ങളിൽ തന്നെ മഹാനരികിൽ. ഇബ്നു അസാക്കിർ. അബൂത്വാലിബ് തനിക്കുണ്ടായ ഈ വിചിത്രാനുഭവം ഇങ്ങനെ അയവിറക്കിയതായി കാണാം: ഞാൻ എൻ്റെ സഹോദരപുത്രനുമൊത്ത് തിൽമജാസിലായിരുന്നു. അപ്പോൾ എനിക്ക് കടുത്ത ദാഹം വന്നു. ഞാൻ ബാലനായ മുഹമ്മദിനോട് സങ്കടം പറഞ്ഞു. മോനെ, കലശലായ ദാഹം. ഞാൻ അവനോട് വെറുതെ പറഞ്ഞതാണ്. എനിക്കറിഞ്ഞൂടെ അവൻ്റെ കയ്യിൽ വെള്ളമില്ലെന്ന്. എൻ്റെ അസ്വസ്ഥതകൾ സ്വാഭാവിക മട്ടിൽ ഒന്ന് പ്രകടിപ്പിച്ചുവെന്ന് മാത്രം. ദാഹിക്കുകയോ? അവൻ എന്നോട് തിരിച്ചു ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞു. ഇത് കേട്ടതും അവൻ നിലത്ത് തൻ്റെ മടമ്പ് കൊണ്ടാഞ്ഞ് കോരി. അത്ഭുതം, അതാ തണ്ണീർ പൊടിഞ്ഞു വരുന്നു. വാപ്പ, കുടിച്ചോളൂ, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. ഞാൻ വയറ് നിറയെ കുടിച്ചു. പല വഴിക്ക് നിവേദനം വന്ന വചനം. ഇബ്നു സഅദ്, ഇബ്നു അസാക്കിർ, അൽ ഖതീബ്. ബാലയാത്രകൾ.
കുട്ടികളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഹരം പകരുന്ന ഒരു അനുഭവമാണ് യാത്രകൾ. മാതാവിനോടൊപ്പം തിരുനബി നടത്തിയ യാത്രയെപ്പറ്റി നാം പറഞ്ഞു. അബ്ദുൽ മുത്തലിബിനൊപ്പവും ചെറുസഞ്ചാരങ്ങൾ ഏർപ്പെട്ടു. അതിൻ്റെ തുടർച്ചയെന്നോണം പിതൃവ്യന്മാർക്കൊപ്പവും പലയിടത്തും പോവാനായി. പിതൃവ്യനായ സുബൈറുബിന് അബ്ദുൽ മുത്തലിബിനൊപ്പം തങ്ങൾ നടത്തിയൊരു യാത്രയെപ്പറ്റി ഇമാം ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. 10 വയസ്സാണ് പ്രായം. പിതൃവ്യനൊപ്പം തിരുനബി ഇറങ്ങി. സംഘത്തിൽ മറ്റു പലരുമുണ്ട്. യാത്രാസംഘം ഒരു വാദിയിലെത്തിയ സമയം ഒരു കൂറ്റൻ ഒട്ടകമുണ്ട് വഴിയിൽ വിലങ്ങായി നിൽക്കുന്നു. പകഞ്ഞു മാറിപ്പോകാൻ ഒരു മാർഗവുമില്ല. ഒട്ടകം തെല്ല് വാശിയിലാണ്. ആളുകൾ താൻ മാറിത്തരുന്നതും കാത്ത് നിൽക്കുകയാണെന്ന ഭാവമൊന്നും അതിനില്ല. അപ്പോഴാണ് തിരുനബി കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടതും ഒട്ടകം വിനയപുരസ്സരം മുട്ടുകുത്തി തൻ്റെ നെഞ്ച് നിലത്തുരസി ഭവ്യത കാട്ടി. തൻ്റെ പുറത്ത് കയറാൻ തങ്ങളോട് കെഞ്ചും പോലെ ഒരു നിൽപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വാഹനപ്പുറത്ത് നിന്നിറങ്ങി അതിൻ്റെ പുറത്ത് കയറി ആ വാതി മുറിച്ച് കടന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി ഒട്ടകം അതിൻ്റെ വഴിക്ക് പോയി. യാത്രാസംഘം തിരികെ വരുന്ന സന്ദർഭത്തിലുമുണ്ടായി ഒരത്ഭുതം. അവർ ഒരു വാതി വഴി തന്നെയാണ് മടങ്ങുന്നത്. ആ മലഞ്ചെരുവിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. എല്ലാവരും മിഴിച്ചു നിന്നു. മുന്നോട്ടു പോകാൻ എന്തു വഴി? 10 വയസ്സുകാരനായ തിരുനബി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എല്ലാവരും പിന്നിൽ പോന്നാൽ മതി, കുഴപ്പം വരില്ല. ആദ്യം കുട്ടിയിറങ്ങി വെള്ളത്തിലേക്ക്, പിറകെ മറ്റുള്ളവരും. അത്ഭുതം! മലഞ്ചെരുവിനെ പുതച്ചു നിന്ന വെള്ളം മെല്ലെ താഴുന്നു. അത്ഭുതത്തോടെ അവർ വാതി മുറിച്ചു കടന്നു. മക്കത്തെത്തിയപ്പോഴും ആളുകൾ പറയുന്നതൊക്കെ തന്നെ. ഈ കുട്ടി ഒരു സാധാരണക്കാരനല്ല. ഇവന്റെ ഭാവി അത്ഭുതം നിറഞ്ഞതാകും. അൽ-വഫ. അബൂ ത്വാലിബിനൊപ്പം തങ്ങൾ യാത്ര തിരിച്ചത് 12ാമത്തെ വയസ്സിലായിരുന്നു. അബൂ ത്വാലിബ് ഷാമിലേക്ക് യാത്രക്കൊരുങ്ങി. വലിയൊരു സംഘവും കൂടെയുണ്ട്. കൊച്ചു മുഹമ്മദിനും പോരാൻ ആഗ്രഹം. നിങ്ങൾ പോയാൽ എനിക്കാരാ? അവൻ്റെ ചോദ്യം അബൂ ത്വാലിബിനെ ഉലച്ചു. മറുപടി ഉടനെ വന്നു, മോനെ നീയും പോര്. അങ്ങനെ നബിയും പുറപ്പെട്ടു. ഒരു പുരോഹിതന്റെ ആശ്രമത്തിനടുത്തായിരുന്നു അവർ വിശ്രമത്തിനിറങ്ങിയത്. അയാൾ പുറത്തിറങ്ങി സംഘത്തെ ആകെ ചുഴിഞ്ഞൊന്ന് നോക്കിയിട്ട് ചോദിച്ചു, ഈ കുഞ്ഞ് ആരുടേതാണ്? എൻ്റെ അബൂ ത്വാലിബ് പറഞ്ഞു. ഒമ്പൊരിക്കൽ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ പോലെ. പക്ഷേ പുരോഹിതൻ വിട്ടില്ല. അല്ല, ഇത് അങ്ങയുടെ മകനല്ല. ഇവന്റെ പിതാവ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അതെന്താ? അബൂ ത്വാലിബ് അയാളെ പരീക്ഷിക്കാനാണ് തീരുമാനം. കാരണമുണ്ട്. ഇവന്റെ വദനം ഒരു നബിയുടേത് പോലുണ്ട്. ഇവന്റെ കണ്ണുകളും അങ്ങനെ തന്നെ പറയുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, ആരാണ് നബി? അബൂ ത്വാലിബ്. വാനലോകത്ത് നിന്ന് ദിവ്യബോധനവുമായി നിയോഗിക്കപ്പെടുന്നവൻ, ഭൂവാസികൾക്ക് സന്ദേശം പകർന്നു നൽകുന്നവൻ. പുരോഹിതന്റെ തെളിഞ്ഞ മറുപടി. അല്ലാഹു തന്നെ മഹാൻ. അബൂ ത്വാലിബ് പറഞ്ഞു, താങ്കൾ ഏതായാലും ഈ കുട്ടിയെ ജൂതന്മാരിൽ നിന്ന് കാത്തുകൊള്ളണം. പുരോഹിതൻ ഇത് പറഞ്ഞപ്പോൾ അബൂ ത്വാലിബ് കുട്ടിയോട് പറഞ്ഞു, നീ കേട്ടില്ലേ ഇദ്ദേഹം പറയുന്നത്? കേട്ടു. അല്ലാഹുവിൻ്റെ കഴിവിനെ നാം നിഷേധിച്ചു പോകരുത്. കുട്ടിയുടെ പ്രതികരണം പക്വമായിരുന്നു. പ്രസിദ്ധനായ ബഹീറയുടെ കഥ കൂടി പറയാതെ വയ്യ. അബൂ ത്വാലിബിനൊപ്പമുള്ള യാത്രയിലാണ് ബഹീറയുമായി സന്ധിക്കാനിടവരുന്നത്. ക്രൈസ്തവ മതത്തിലെ പുകൾപ്പെട്ട പുരോഹിതനാണ് അദ്ദേഹം. കാലത്തെ ഏറ്റവും പ്രശസ്തനായ വേദജ്ഞാനി. കച്ചവടാവശ്യാർത്ഥം പോകുന്ന വഴിക്കാണ് ബഹീറയുടെ ആശ്രമം. ഇന്നോളം ബഹീറ ഒരു കച്ചവട സംഘത്തിനും മുഖം കൊടുത്തിട്ടില്ല. ഇക്കുറി പക്ഷേ അദ്ദേഹത്തിനെന്തോ ഒരു ഉൾവിളി പോലെ പുറത്തിറങ്ങി. അബൂ ത്വാലിബിന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘമാണ് ബഹീറയുടെ നോട്ടപ്പുള്ളി. അദ്ദേഹം അവരെ അടിമുടിയൊന്ന് നോക്കി.
ബാലനായ മുഹമ്മദിനെയാണ് തിരയുന്നത്. മേഘം കുട്ടിയുടെ മീതെ തണൽ വിരിച്ച് നിൽക്കുന്നത് അയാൾ കണ്ടു. സാധാരണ യാത്രാസംഘങ്ങൾ ബഹീറയുടെ കൂടെ അടുത്തൊന്നിറങ്ങും. അല്പം തണലുള്ള ഒരിടമാണ്. ആ കുട്ടിയായിരിക്കുന്നിടത്തേക്ക് മരച്ചില്ലകൾ മെല്ലെ തണലും കൊണ്ട് ചാഞ്ഞു കൊടുക്കുന്നു. കച്ചവട സംഘത്തിനിടയിലൂടെ ബഹീറ വന്ന് കുട്ടിയുടെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ലോകത്തിൻ്റെ നേതാവാണ്. സർവ്വലോകർക്കും അനുഗ്രഹമായി നാഥൻ നിയോഗിക്കുന്ന ദൂതൻ. ഖുറൈശി പ്രമുഖർക്ക് അത്ഭുതം. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാനാകും? നിങ്ങൾ അക്കബയിൽ കടന്നതു മുതൽ തുടങ്ങിയിട്ടുണ്ടാകും മരങ്ങളും കല്ലുകളുമൊക്കെ ചാഞ്ഞും ചെരിഞ്ഞും കുട്ടിയെ വണങ്ങാൻ. ദൈവത്താൽ നിയോഗിതനാവുന്ന ഒരാൾക്കല്ലാതെ ഈ ഒരു അനുഭവം ഉണ്ടാവില്ല. മാത്രമല്ല, ഈ കുട്ടിയുടെ തോളിനടിയിൽ വചനവാഹനാണെന്നുള്ള മുദ്രയും കാണുന്നു. ബഹീറ ഉള്ളതപ്പി പറഞ്ഞു. അദ്ദേഹം യാത്രാസംഘത്തിന് ഒരു സൽക്കാരം തന്നെ ഏർപ്പാടാക്കി. അതിലേക്ക് അദ്ദേഹം അവരെ ക്ഷണിച്ചു. ഖുറൈശി മാന്യരെ, എൻ്റെ സന്തോഷത്തിന് ഞാൻ നിങ്ങൾക്കൊരു പ്രത്യേക സൽക്കാരം ഏർപ്പാട് ചെയ്തിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും വരണമെന്നാണ് എൻ്റെ താല്പര്യം. ആരും ഒഴിവാകരുത്. ചെറിയവനും വലിയവനും സ്വതന്ത്രരും അടിമകളുമൊക്കെ വരട്ടെ. ഖുറൈശികൾ അത്ഭുതം തീരുന്നില്ല. ഖുറൈശികൾക്ക്, അങ്ങേക്ക് ഇതെന്തു പറ്റി? ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഞങ്ങൾ എത്ര തവണ ഈ വഴിക്ക് പോയതാ? അവരിൽ ആരോ ചോദിച്ചു. ഇക്കുറി അങ്ങനെയല്ല. നിങ്ങൾക്കിടയിൽ വിശേഷമുണ്ട്. എഴുന്നേറ്റ് വന്ന് ഭക്ഷണം കഴിക്കും. ഈറ വീണ്ടും ക്ഷണിച്ചു. എല്ലാവരും വന്നിരുന്നു. പക്ഷേ കുട്ടിയെ കാണുന്നില്ലല്ലോ. സാധാരണഗതിയിൽ ഇങ്ങനെ സവിശേഷ പരിപാടികൾക്ക് അറബികൾ കുട്ടികളെ വാഹനത്തിൽ വരാറില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ആ കുട്ടി വന്നിട്ടില്ല. അതവിടെ ഒട്ടകപ്പുറത്ത് തന്നെ ഇരിക്കുകയാണ്. അതല്ല, അവിടെ ഇറങ്ങി അവിടെയൊക്കെ ചുറ്റി നടക്കുകയാണെന്നും പറയുന്നുണ്ട്. ബഹീറ അത് ശ്രദ്ധിച്ചു. അദ്ദേഹം ആകെ കൂടി സദ്യയുണ്ടാക്കിയത് ആ കുട്ടിയെ നന്നായൊന്ന് കാണാനാണ്. അതുകൊണ്ടാണ് ആരും ഒഴിവായി പോകരുതെന്ന് പറഞ്ഞതും. ഇപ്പോൾ നോക്കുമ്പോൾ കുട്ടി കൂട്ടത്തിലില്ല. ബഹീറ ചോദിച്ചു, അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ആ കുട്ടി എവിടെ? വാഹനത്തിലുണ്ട് എന്നാരോ മറുപടി പറഞ്ഞു. പറ്റില്ല, അവനെ കൂട്ടണം. അതല്ലേ ഞാൻ പറഞ്ഞത്, ആരും ഒഴിവാകരുതെന്ന്. അവനെ കൂട്ടിവരൂ. ഉടനെ ഹാരിസ് അബ്ദുൽ മുത്തലിബ് എഴുന്നേറ്റ് കുട്ടിയെ കൈപിടിച്ചു കൊണ്ടുവന്നു. ബഹീറ ആ കടന്നുവരവ് ശ്രദ്ധിക്കുകയാണ്. മേഘം അങ്ങനെ കൂടെ വരുന്നു. മരച്ചില്ലകൾ ചാഞ്ഞ് ചെരിയുന്നു. പ്രകൃതി ആ കുട്ടിയെ എങ്ങനെയൊക്കെയാണ് പരിപാലിക്കുന്നതെന്ന് ബഹീറ ഖുറൈശി പ്രമുഖർക്ക് കാട്ടിക്കൊടുത്തു. വേദലക്ഷണങ്ങൾ എല്ലാം പൂർത്തിയാക്കിയ കുട്ടി തന്നെ ബഹീറ ആത്മഗതം ചെയ്തു. ഈ കുട്ടിയുടെ കണ്ണിലെ ചുവപ്പ് എപ്പോഴും ഉണ്ടാവും? ബഹീറയുടെ അടുത്ത ചോദ്യം. അതെപ്പോഴുമുണ്ട്, മാഞ്ഞു കണ്ടിട്ടില്ല. അവർ മറുപടിയും പറഞ്ഞു. അനന്തരം ബഹീറ കുട്ടിയോട് ചോദിച്ചു, മോനെ, ലാത്ത ഉസ്സയെ മുൻനിർത്തി ഞാൻ ചിലത് ചോദിക്കട്ടെ? നീ മറുപടി പറയുമല്ലോ. ലാത്ത ഉസ്സയെ മുൻനിർത്തി എന്നോടൊന്നും ചോദിക്കണ്ട. ഞാൻ അവയെ ശക്തമായി വെറുക്കുന്നു. കുട്ടിയുടെ മറുപടി. ശരി, എന്നാൽ അള്ളാഹുവിനെ മുൻനിർത്തി ചിലത് ചോദിച്ചാലോ? മോൻ പ്രതികരിക്കുമോ? തീർച്ചയായും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചോളൂ. കുട്ടിയുടെ മറുപടി. ബഹീറ പലതും ചോദിച്ചു. ഉറക്കിനെപ്പറ്റി, ഉണർച്ചയെപ്പറ്റി കുട്ടി ഒന്നും മറച്ചു വെക്കാതെ വിശദമാക്കിക്കൊണ്ടിരുന്നു. ബഹീറക്ക് എല്ലാം ഉറപ്പായി. ഇത് വേദപൂർത്തിക്കായി വരുന്ന ദൂതൻ തന്നെ. ഒടുവിൽ ബഹീറ തിരുമുദ്ര കൂടി കണ്ട് ഉറപ്പുവരുത്തി. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം അബൂ ത്വാലിബിനോട് പറഞ്ഞു,
കുട്ടി നിങ്ങളുടെ ആരാകുന്നു? എൻ്റെ മകൻ. അല്ല, നിങ്ങളുടെ പുത്രനല്ല. ഈ കുട്ടിക്ക് ജീവിച്ചിരിക്കുന്ന പിതാവിനെ ഞാൻ കാണുന്നില്ല. എൻ്റെ സഹോദരപുത്രനാണ്. അബൂ ത്വാലിബ് പറഞ്ഞു. ശരി, അപ്പോൾ മാതാവ് ഗർഭം ചുമന്നിരിക്കെ തന്നെ മരിച്ചു. നിങ്ങൾ പറഞ്ഞത് സത്യം. നിങ്ങൾ ഇവനെയും കൊണ്ട് നാട്ടിലേക്ക് തന്നെ മടങ്ങിക്കോളൂ. ഇവന്റെ മേൽ ജൂതന്മാർ കണ്ണുവെക്കാനിടയുണ്ട്. അവരെങ്ങാനും ഇവനെ കാണാനും ഞാൻ മനസ്സിലാക്കാനും വഴിയുണ്ടായാൽ അവർ കുഞ്ഞിനെ അപായപ്പെടുത്തിയേക്കും. ഇനി റോമിലൊന്നും പോകാൻ നിൽക്കണ്ട. റോമക്കാർ ഇവനെ തിരിച്ചറിഞ്ഞാൽ കൊന്നുകളഞ്ഞേക്കാം. യാത്രാസംഘം അങ്ങോട്ടിറങ്ങിയതേയുള്ളൂ. അപ്പോഴേക്ക് ഒരു 7 അംഗ റോമൻ സംഘം ബഹീറയെ കാണാൻ വന്നു. നിങ്ങളിപ്പോൾ വരാൻ കാരണം? ബഹീറ ചോദിച്ചു. ഞങ്ങൾ പ്രവാചകനെ നോക്കി വന്നതാണ്. അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയമായി. എല്ലാ വഴിക്കും ആളുകൾ പോയിട്ടുണ്ട് അന്വേഷിക്കാൻ. ഞങ്ങൾ വന്നത് ഈ വഴിയാണെന്ന് മാത്രം. വേദവിജ്ഞാനം വെച്ച് നബിയെ പിടികൂടി വധിക്കുകയായിരിക്കണം റോമാ സാമ്രാജ്യത്തിൻ്റെ ലക്ഷ്യം. അതിനായി വന്നു ചേർന്ന ഈ സംഘത്തോട് ബഹീറ ചോദിച്ചു, നിങ്ങൾ മറുപടി പറയൂ. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ തടുക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല, അതാർക്കും കഴിയില്ല. അവർ ഒന്നടങ്കം സമ്മതിച്ചു. അങ്ങനെ അവർ നയം മാറ്റി. തിരുനബിയെ സഹായിക്കാമെന്ന കരാറിൽ ബഹീറയുമായി സന്ധി ചെയ്തു. നബിയെ പിടികൂടാതെ സ്വന്തം നാട്ടിൽ പോവാൻ വയ്യാത്തതിനാൽ അവർ ബഹീറയുടെ പരിസരത്ത് പാർത്തു. ഇതിനിടയിൽ ബഹീറ വീണ്ടും അബൂ ത്വാലിബിനെ കണ്ടു. കുഞ്ഞിനെ എന്തു വന്നാലും തിരികെ കൊണ്ടുപോകണമെന്ന് നിർബന്ധിച്ചു. ആവശ്യമായ അന്നപാനാദികൾ സജ്ജമാക്കി ഒരാളെ തൻ്റെ വകയായി അദ്ദേഹം കുട്ടിക്കൊപ്പം പറഞ്ഞുവിടുകയും ചെയ്തു. അബൂ ത്വാലിബിൻ്റെ ജീവിതത്തിലെ ഒളിമങ്ങാത്ത ഒരു യാത്രയായിരുന്നു ഇത്. ഈ യാത്രയെപ്പറ്റി അദ്ദേഹം പിൽക്കാലത്ത് നീണ്ട കവിത തന്നെ ആലപിച്ചതായി കാണാം. ഇബ്നു ഇസ്ഹാഖും അബൂ ഹഫാനും അബൂ ത്വാലിബിൻ്റെ കാവ്യ സമാഹാരത്തിൽ അവ ഉദ്ധരിച്ചതായി കാണാം. കാവ്യത്തിലെ 1-ാം വരി ഇതാണ്: ഇന്നബന ആമിനത്തൻ അമീന മുഹമ്മദ ഇന്തി ബിമിസ്ലി മനാസിലിൻ ഔലാദി